കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, വഴി തടയുന്ന ഒരു ദൈവം, വഴിയിൽ നമുക്ക് മാർഗ തടസ്സമായിട്ട് നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായം അതിൽ നമ്മൾ കാണുന്നത് ഹാഗാർ സാറായിൽ നിന്നും ഓടി പോകുമ്പോൾ വഴിയിൽ നിന്നുകൊണ്ട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ നിന്നും വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്നും ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, ചില യാത്രകൾ കർത്താവ് നമ്മളെ തടയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, സമ്പത്തേറെ ചെലവഴിക്കുന്നു. ചിലപ്പോഴൊക്കെ അത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ചില യാത്രകളിൽ ദൈവം തടസ്സം നിൽക്കുന്നുണ്ട്. ഒരിക്കലൊരു പ്രവാചകനെ കർത്താവ് വഴി തടയുന്നുണ്ട്. കഴുതപ്പുറത്ത് പോകുന്ന ആ പ്രവാചകന്റെ മുൻപിൽ ദൈവദൂതൻ നിന്ന് വഴി തടയുന്നു. ആ പ്രവാചകൻ സഞ്ചരിക്കുന്ന കഴുത മതിൽ ഉരയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വേദനിക്കുന്നു. കഴുത പാടത്ത് വീഴുന്നു. അപ്പോൾ അവിടെയെല്ലാം ഈ കഴുത ഈ തടസ്സം നിൽക്കുന്ന ഈ ദൈവദൂതനെ കണ്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതനെ പ്രവാചകൻ കണ്ടില്ല. അപ്പോൾ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിലൊക്കെ ചിലപ്പോഴൊക്കെ ചില തടസ്സങ്ങൾ ദൈവം അനുവദിക്കുന്നത് ദൈവത്തിന് വേറെ ഏതോ പദ്ധതിയാണ്, നമ്മുടെ പദ്ധതിയല്ല, നമ്മുടെ വഴികളല്ല. ഹാഗാർ പോയത് അമ്മായിമ്മ ഈ സാറായെ കീഴ്പ്പെട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചു. സാറായെ ദൈവദൂതൻ തിരിച്ചയക്കുകയാണ് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ. ചില സമയങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട്, ചില സ്ഥലങ്ങളിൽ കീഴ്പ്പെട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടി വരുന്ന ദൈവമല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവമാണ്. എങ്കിലും നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ ശരിയാണോ എന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തുവാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ അത് ഞങ്ങൾക്ക് നന്മയാണോ എന്ന് പലപ്പോഴും അറിയാതെ പോയിട്ടുണ്ട്. ചില ആഗ്രഹങ്ങളാണ്, ചില ഇഷ്ടങ്ങളാണ് ചിലപ്പോഴൊക്കെ തടസ്സം വരുന്നുണ്ട്. കർത്താവെ, നന്മയാണെങ്കിൽ മാത്രം അത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും. ദൈവമേ, നിന്റെ വഴികളിൽ എന്നെ നടത്തണേ നിത്യകാലവും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.